ഞാൻ ഉറങ്ങിയിട്ടില്ല, ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങിയാണ്. അപ്പോൾ ഉറങ്ങണില്ലേ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും പോയിട്ട് വിളിക്കട്ടെ. എല്ലാവരും വിളിച്ചെണിപ്പിച്ചിട്ട് ഞാൻ നേരെ കുളിച്ചാൻ പോയി, അല്ലെങ്കിലേ പെട്ടോ. ഇന്ന് ഞാൻ കന്തൂറാണ് ഇട്ടിടുന്നത്. എൻ്റെ കന്തൂറയിലേക്ക് മറ്റേ തട്ടം കൂടെ ഉണ്ട്. ഇന്ന് തലയിക്കെട്ടും കെട്ടിയിട്ട് അറബിയായിട്ട് ഇറങ്ങാമെന്നാണ് എൻ്റെ പ്ലാൻ. കന്തൂറിട്ട് കാണാൻ ഭയങ്കര രസമുണ്ടാവും, പക്ഷേ ഏറ്റവും വലിയ റിസ്ക് എന്താ വെച്ചെന്നറിയോ? ഈ കന്തൂറിൻ്റെ ബട്ടൺ ഇടുന്നതും ബട്ടൺ ഊരുന്നതും. ഇതാണ് എൻ്റെ തലയിക്കെട്ട്. ഇത് ഒമർ ബൊറക്കൻ്റെ ഒരു വീഡിയോ ഉണ്ട്, കണ്ട് കാണും ചെയ്തോട്ടെ. പഠിക്കട്ടത് പള്ളിയിലോ പുറത്തുള്ള പാടില്ല.
പോകണം ഈ പുസ്തകമെടുക്കുന്ന വഴി നാട്ടിലെ per day less. Hey everyone. So today I decided we're gonna shoot a small tutorial about how I tie my കഴിഞ്ഞു പോയ ആരും സീനാവല്ലോ ഇപ്പോൾ മരണമാസിന്റെ അങ്ങേയറ്റ ലുക്കിലാണ് വയ്യ. അങ്ങനെ ഞങ്ങൾ ഓക്കെയാണ് വിചാരിക്കുന്നു. ഇനി അത്തർ പൂശൽ, ആദ്യം അത്തർ പൂശൽ, അത്തർ അല്ലെങ്കിൽ സ്പ്രേ. അബ്ദുറഹ്മാൻ രാവിലെ തന്നെ പെരിയോനെ റഹ്മാനെ പാട്ടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോവുകയാണ്. ലെറ്റ്സ് ഗോ. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വിശ്വസ്തനെ പാറപ്പള്ളിയും കൂടിയിട്ടുണ്ട്. പാറപ്പള്ളി വേറൊരു വെറൈറ്റി ലുക്കിലാണെന്നുള്ളത്. ഇത് അറബി. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം പള്ളിയിൽ എത്തിച്ചിരുന്നതാണ്. ഈ ഒരു ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ജുമുഅത്ത് പള്ളി. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എണീറ്റിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എണീറ്റപ്പോൾ. ഇവരാരും എണീച്ചിട്ടില്ല, ഞാൻ മാത്രമാണായിരുന്നു. ഇതാണ് അബുദാബിയുടെ പ്രഭാത വ്യൂ. ഇതിങ്ങനെ അവല് സുബിക്ക് കേൾക്കണം, വേറെ രസം അല്ലേ. അങ്ങനെ ബ്ലോഗർ പാത്തും ടീമും ഏതാനും നിമിഷങ്ങളൊക്കെ കേൾക്കാം പള്ളി എത്തിച്ചേരുന്നതാണ്. പുറത്തന്നെ ഇരിക്കേണ്ടി വരും. എന്നെ കടത്തി വെട്ടാൻ വേറൊരു അറബി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓടുന്നുണ്ട് ഒരു പാകിസ്ഥാനി സ്റ്റൈലിൽ. അങ്ങനെ ഞാൻ സമ്മതിക്കില്ലേ. നേരത്തെ എത്താത്തതുകൊണ്ട് മിക്കവാറും നമ്മൾ പുറത്തന്നെ ആയിരിക്കും. ഇതാണ് നമ്മുടെ പള്ളി. അപ്പോൾ നമ്മളിനി നേരെ പോയിട്ട് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിട്ട് വരാം. ഞങ്ങൾ ഞങ്ങളുടെ ആലിംഗനം കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ പാറപ്പള്ളി കക്കൂസും ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് സെറ്റപ്പിലാണുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ദുനിയാവ് പോവാം. ഓപ്ഷനുകൾ ഉണ്ടാവും. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ഫോട്ടോ എടുത്ത് തരാം. 1 ഫോട്ടോ 2 ഫോട്ടോ 10 ഫോട്ടോ എത്ര ഫോട്ടോ വേണമെങ്കിലും എടുത്ത് തരാം. ഇന്ന് നമ്മൾ ഫോട്ടോയിൽ ജനിക്കും, ഞാൻ വീഡിയോ ജനിക്കും. മുബഷിർ ഇൻ എ ഡിഫറെൻറ്റ് വെറൈറ്റി ലുക്ക്. ഷൂഞ്ചർ കൊടറുണ്ടായിരുന്നു, ക്രോക്സ് ഇട്ടു പിന്നെ മാതിരി ഇയാളൊരു ജാതി സ്റ്റൈല്. അതറിഞ്ഞില്ലേ സബാന്റെ ബുദ്ധിയാണ് ആ പോയത്. സബാന്റെ കൈകളാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആ രഹസ്യം. മഹാവ്യക്തി ഇപ്പോ മുസ്തഫയില് ഏട്ടന്റെ കൂടെ ഏട്ടനും പേടിച്ചിട്ട് ചായ ഉണ്ടാക്കണ്ടാവും. ഏട്ടന്മാർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണ്ടാവും മുസ്തഫയില്.
പാവം സബാൻ. പള്ളി വിട്ടതിൻ്റെ തിരക്കാണ് ഇവിടെ. ഓരോ പള്ളി വിട്ടിട്ട് ഓരോ തിരക്ക്. അവിടെ എന്താ തലവാറ്? ഞങ്ങളപ്പോൾ ഞങ്ങളുടെ ചായക്കട മല. ഇതിന്റെ പേരാണ് കടുമ്പ. ആദ്യമായിട്ട് കാണാണ് കടുമ്പ സാധനം. മാവ് ഉണ്ടാക്കി അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് തിരിക്കുകയാണ് ഞങ്ങൾ. മുൻ അലീമുൻ ഖുദ്ദൂസുൻ സത്താർ സത്താറുൻ അലീമുൻ. ഒന്നുമില്ല, എനക്കൊരു BGM ഇട്ടെന്നാണ്. ഞാൻ എൻ്റെ സ്വന്തം ബ്രാൻഡായ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഒരു കാക്ക എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. നമുക്കതൊരു വിഷയമല്ല അല്ലേ മിസ്റ്റർ പാർപ്പളി? എവിടെ അടുത്ത ഈ അബുദാബിയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഫോട്ടോഷൂട്ട് എവിടെയാണെന്ന് ചോദിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയും, അത് സമ്മിത്തിൻ്റെ ബാക്കിലാണ്. രാജ്യങ്ങളോ വംശങ്ങളോ വിവേചനമില്ലാതെ നടത്തപ്പെടുന്ന ഫോട്ടോഷൂട്ട്, ഉറ്റുനോക്കുന്ന ഫോട്ടോഷൂട്ട്. അതിൽ മെയിൻ സെലിബ്രിറ്റി അബ്ദുറഹ്മാനാണ്. അബ്ദുറഹ്മാൻ നീ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. കേട്ടില്ല, എവിടുന്നോ? ആ റോഡ് പിന്നെയും ഓക്കെ, ഇന്റർലോക്കും വളരെ മോശം. ഇന്റർലോക്കിന് ഞങ്ങൾ നാട്ടിൽ കടുപ്പ എന്ന് പറയും. കടുപ്പ കടുപ്പ ആ കടുപ്പട്ട് അടുത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ പാടില്ല, സീനാണ്. കടുപ്പായിട്ട ഇടത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ പാടില്ല. റഹീമുൻ അലീമുൻ ഖുദ്ദൂസുൻ സത്താർ സത്താറുൻ അലീമുൻ. ആടുജീവിതോ? ഔ, എന്നാ ആടുജീവിതത്തിന് വലിയ കയറും. അത്ര മട്ടി കയറി എടുത്തു പറഞ്ഞേ. അല്ല, ആവേശം കാണാൻ പോകുന്നുണ്ട്. ആവേശം പൊളിക്കും. ഫാദ്വാസിൽ തീപ്പാറ്റി എന്ന് പറഞ്ഞു. ഫാദ്വാസിൽ പുഷ്പ കഴിഞ്ഞിട്ട് നേരെ ഷൂട്ടിങ്ങിന് അടുക്ക പോയത്. വണ്ടി ഓടി നിർത്താതാ, അതേ വെള്ള ഷർട്ടില്, ആ സെയിം ഗെറ്റപ്പില്. അത് ഫാദ്വാസ് പറയുന്നുണ്ടല്ലോ ഇവിടെ, മൂപ്പര് ചാടിക്കാൻ പോലെ കയറിയില്ല പറഞ്ഞു. അടുത്തായി ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ആരംഭിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഓ, ഞങ്ങളെ ഫോട്ടോ സെക്യൂരിറ്റിനെ ഇവിടെ സെക്യൂരിറ്റിയുടെ മഹാ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ ഫോട്ടോഷൂട്ടിൻ്റെ ഏരിയ. അത്ര മണി ഓടല്ലേ, ഇവിടുന്ന് ഫോട്ടോ എടുത്താട്ട്, വീഡിയോ എടുത്താട്ട്. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അല്ലോ, ഞങ്ങൾക്ക് പുതിയ 2 വ്യക്തികളെ കൂടി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് മുബാറക് പള്ളി പോയില്ല, എന്നെ കണ്ടിട്ടില്ലല്ലോ. ശരി, ഹലോ ഹലോ മിസ്റ്റർ അഹമ്മദ് കൊച്ചി എവിടെ പോന്നു? ഹലോ, ഇത് മുബാറക്. അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയും ഇന്നത്തെ പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇനി അടുത്തത് റൂമിൽ പോയിട്ട് ഫോട്ടോ സെൻഡ് ആക്കൽ. ഞങ്ങൾക്കൊരു പ്രത്യേക വിശിഷ്ട അതിഥി ഉണ്ടെന്ന് കണ്ടിട്ടില്ലെന്ന് മിസ്റ്റർ അഹമ്മദ് കുട്ടി.
താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നല്ല ഉറക്കിറങ്ങിയിട്ട് എണീക്കണത് 2:45 എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഡ്യൂട്ടി പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തു പോയി. പക്ഷേ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ നേരെ വിട്ടു ഫുഡ് കഴിക്കാൻ. പെരുന്നാളല്ലേ, അപ്പോൾ ബിരിയാണി കഴിക്കാൻ നിർത്തി. അതുകൊണ്ടാണ് ഹൈദരാബാദി ബിരിയാണി പറഞ്ഞത്. ശരിക്കും ഞാൻ നോർമൽ ബിരിയാണി പറയാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. 3 മണിയായില്ലേ. പിന്നെ നാട്ടിൽ നിന്ന് ഒരു സ്വഭാവമുണ്ട്, പെരുന്നാളായാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ്ക്രീം വന്നണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് 2 ഐസ്ക്രീം വാങ്ങിയിട്ട് ഒരു കോപ്പിയിലിട്ടിട്ട് കുത്തിമറിച്ച്. ഇതിൻ്റെ നാട്ടിലെൻ്റെ ചങ്ങായിമാർ കാണാൻ വന്നതാണ്. കുറേ കാലത്തിന് ശേഷം വന്നതാണ്. എനിക്കൊന്ന് 1 കൊല്ലം 2 കൊല്ലം ആയിട്ടുണ്ടാവും. ഓരോന്ന് പോയിട്ട് മീറ്റ് ആക്കട്ടെ. പറഞ്ഞപ്പോളാ നിങ്ങളൊക്കെ നിസ്കരിക്കണത് എനിക്ക് കാണിക്കാണ്ട്. പഠിച്ചവനെ ഈ 3 വ്യക്തികൾക്കും പഠിച്ചവൻ നല്ലത് വരുത്തട്ടെ. അങ്ങനെ ഇവർ തിരിച്ച് ദുബായ് പോവാണ്. അപ്പോൾ ഓരോ യാത്രയാക്കിയിട്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ അടുത്ത സ്വീകരണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KFC ആയിരുന്നു. അങ്ങനെ KFC കഴിക്കാൻ കുറേ ദിവസമായി പൂതിച്ചിട്ട് പോയിട്ട് നല്ല KFC തീറ്റോട് തീറ്റ. അത് കഴിഞ്ഞിട്ട് നേരെ അബുദാബി മാളിലേക്ക് വിട്ടു. വെറുതെ ഒന്നല്ല, ആവേശം മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എടാ മോണെ മക്കളെ, ആവേശം മൂവി കണ്ടു. സത്യം പറയല്ലോ, എനിക്ക് സീരിയസ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവി ആയിപ്പോയി. അതിൽ ഫഹദ് ഫാസിൽ വരുന്ന വരെ നമ്മൾ വിചാരിക്കും ഇതെന്തത് പടം, അയ്യോ പെട്ട. ഫഹദ് ഫാസിൽ അങ്ങോട്ട് വന്നതും പടം ഒരു രക്ഷയില്ല മക്കളെ. അങ്ങനെ തകർത്ത് പോവാണ് ക്ലൈമാക്സ് വരെ. ക്ലൈമാക്സിലൊക്കെ ഒരു സാധനം ഉണ്ട്. കാണാൻ നിങ്ങൾ ഇയാളെ കുറേ ആക്ടിങ് ഒക്കെ ഉണ്ട്, കുറേ ചിരിക്കാനുണ്ട്.